പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നോമ്പുകാല പരിഹാര പ്രാർത്ഥനയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രാർത്ഥനാ ദിവസങ്ങളിൽ നമ്മൾ കർത്താവിൻ്റെ പീഡാനുഭവമാണ് ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഈ പീഡാനുഭവം ധ്യാനിക്കുമ്പോൾ അതിലൊരേ ഒരു കാര്യം മാത്രമേ ഞാൻ ലക്ഷ്യം വയ്ക്കുന്നുള്ളൂ. ദൈവത്തിൻ്റെ കൃപ, കർത്താവിൻ്റെ കരുണ നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിറയണം. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുടുംബത്തിൽ മന്ത്രവാദം, കൂടോത്രങ്ങൾ, ക്ഷുദ്രപ്രയോഗം, ഒന്നാം പ്രമാണ ലംഘനങ്ങൾ. രണ്ടാം പ്രമാണം, ദൈവമായ കർത്താവല്ലാതെ മറ്റ് പല വിഗ്രഹങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. പണം, ആസക്തി, കണ്ണുകളുടെ ദുരാശ, ചട്ടികാസക്തി, മദ്യപാനം, ഇതൊക്കെ ഒരു ആസക്തി, അതൊരു വിഗ്രഹമാണ്. മദ്യം കുടിക്കാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, മയക്കുമരുന്നിന് അടിമപ്പെട്ടിരിക്കുന്നവർ, അതുപോലെ അഭിഹിത ബന്ധങ്ങൾ, ജീവിത പങ്കാളിയുണ്ട് എന്നാലും പരപുരുഷൻ, പരസ്ത്രീ, അങ്ങനെ ബന്ധങ്ങൾ, അതൊരു വിഗ്രഹമായിട്ട് ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ ആസക്തി, പണത്തിന് വേണ്ടി എന്തും ചെയ്യുക. അതുപോലെ ഹൃദയം കഠിനമായിരിക്കുന്നവർ, കുടുംബത്തിൽ രക്തച്ചൊരിച്ചിൽ, കൊലപാതകം, അബോർഷൻ, കൊച്ചു കുഞ്ഞുങ്ങളെ അബോർഷനിലൂടെ നശിപ്പിക്കുക, ആത്മഹത്യകൾ, അതുപോലെ ഭയങ്കരമായിട്ടുള്ള കൊള്ള പലിശ, വേലക്കാർക്ക് കൂലി കൊടുക്കാതിരിക്കുക, അവർക്ക് വേല കഴിഞ്ഞിട്ട് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാതിരിക്കുക, മാതാപിതാക്കളെ അവരെ വേദനിപ്പിക്കുക, വീട്ടിൽ നിന്ന് ഇറക്കി വിടുക, അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള കലഹങ്ങൾ, ഭിന്നതകൾ, ഇങ്ങനെ ഇതെല്ലാം കുടുംബത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ നശിപ്പിക്കും, പരിശുദ്ധാത്മാവിനെ എടുത്തു മാറ്റും. അത് തലമുറകളിലേക്ക് ദൈവത്തിൻ്റെ ക്രോധം വന്ന് വീഴും. അതുപോലെ പാപത്തോടെ ജീവിച്ച് അനുതാപമില്ലാതെ പള്ളിയിൽ പോക്കില്ല, പ്രാർത്ഥനയില്ല, കുമ്പസാരമില്ല, കുർബാനയില്ലാതെ മരണപ്പെട്ട നമ്മുടെ പൂർവികരുണ്ട്. ശുദ്ധീകരണ സ്ഥലം പോലും തൊടാത്തവരുണ്ട്. നിത്യ നരകത്തിൽ പോയി. കർത്താവിനെ അറിയുള്ളത്. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കണം, അങ്ങനെ എൻ്റെ കുടുംബത്തിലേക്ക് വന്നിരിക്കുന്ന സകല പീഡകളും ബന്ധനങ്ങളും മാറണം. കർത്താവിൻ്റെ ഒരു അഭിഷേകം നിറയണം. ഇപ്പോൾ നമ്മൾ ദിവികാരനും എഴുന്നള്ളിച്ച് ഓരോ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തലമുറകളിലെ ശാപക്കെട്ടുകൾ അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു മേഖലയിൽ പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും സ്തുതിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാര്യങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പ്രത്യേകിച്ച് ഇപ്പോൾ ഡെലിവറൻസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗം, ആഭിചാരം, കൈവശം, ഓജബോർഡ്, ആത്മാക്കളെ വിളിച്ച് പ്രാർത്ഥന, കുട്ടിച്ചാത്ത സേവ, കട്ടപ്പറ്റ സേവ, വെച്ച് പൂജ, ഇങ്ങനെ കർത്താവെ കുടുംബത്തിലേക്ക് വന്നിരിക്കുന്ന എല്ലാ തരത്തിലും ദൈവ നിഷേധ പ്രവൃത്തികൾ, പ്രത്യേകിച്ച് അന്യദൈവ ആരാധന, കർത്താവ് വിഗ്രഹങ്ങളായിട്ട് ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന പണത്തിനുള്ള ആസക്തി, ചട്ടികാസക്തി, വ്യഭിചാരാസക്തി, സ്വയംഭോഗം, സ്വർഗഭോഗം, മ്ലേച്ഛത, അശുദ്ധി, തെറ്റായ സ്നേഹബന്ധങ്ങൾ, പ്രേമ കൂട്ടുകെട്ടുകൾ, കൊള്ള പലിശ, അന്യരുടെ കണ്ണുനീർ, സഹോദരങ്ങളുടെ കണ്ണുനീർ, മാതാപിതാക്കളുടെ കണ്ണുനീർ, കർത്താവെ അയൽവക്കക്കാരുടെ കണ്ണുനീർ, സഹോദരങ്ങളുടെ കർത്താവെ രക്തച്ചൊരിച്ചിൽ, അബോർഷൻ, കർത്താവ് കൊലപാതകം, ആത്മഹത്യ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ കുടുംബത്തിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ലൂക്ക 9:1-2 അവർ 12 പേരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ച് സകല പിശാചുക്കളിൽ അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗികളെ സുഖപ്പെടുത്താൻ കുടുംബത്തിൽ കർത്താവെ രോഗപീഠകൾ, പെട്ടെന്നുള്ള മരണം, ഹാർട്ട് അറ്റാക്ക്, ഒന്നിനു പിറകെ ഒന്നൊന്നായിട്ട് ക്യാൻസർ പീഡകൾ, അതുപോലെ കർത്താവെ ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ പേര് പോലും അറിയാത്ത രോഗങ്ങളാൽ ബന്ധിക്കപ്പെട്ട് തകരുന്ന കുടുംബങ്ങളിലേക്ക് കടബാധ്യത, കടക്കെണികൾ, ഇങ്ങനെ ബിസിനസ് പരാജയങ്ങൾ, കൃഷി പരാജയങ്ങൾ, ഇങ്ങനെ കുടുംബത്തെ തകർക്കുന്ന സകല ശാപത്തിനെ കെട്ടുകൾ അഴിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ലൂക്ക 9:1-2 അവർ 12 പേരെ തന്റെ അടുക്കിലേക്ക് വിളിച്ച് സകല പിശാചുകളുടെ അധികാരവും ശക്തി കൊണ്ട് രോഗികളെ സുഖപ്പെടുത്താനും പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന കുടുംബത്തിൽ നിന്നും തലമുറകളിൽ നിന്നും സകല ബന്ധനങ്ങളും അഴിക്കുന്നു. ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ. ബാധകളും ഭൂതങ്ങളും വിട്ടുമാറട്ടെ. അത്ഭുത വിടുതൽ യേശു നാമത്തിൽ സംഭവിക്കട്ടെ. കഴുകണമേ, ഈർച്ചോര തുള്ളിയ കഴുകണമേ,
തിരുരക്തത്താൽ എന്നെ കഴുകണമേ. തിരുച്ചോര തുള്ളിയ കഴുകണമേ. തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ. തിരുച്ചോര തുള്ളിയ കഴുകണമേ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ. തിരുച്ചോര തുള്ളിയ കഴുകണമേ. കരങ്ങൾ താഴ്ത്തി കരങ്ങളടിക്കുക. ഓരോ കുടുംബങ്ങൾ തലമുറകളായി കടന്നു വന്നിട്ടുള്ള പാപബന്ധനങ്ങളുണ്ട്, തലമുറയുടെ ശാപക്കെട്ടുകളുണ്ട്. ശാപത്തിന്റെ കെട്ടുകൾ അഴിയണം, പാപത്തിന്റെ കെട്ടുകൾ അഴിയണം. എല്ലാ തലമുറകളും വിടുതൽ പ്രാപിക്കണം. എല്ലാ ഒന്നാം പ്രമാണ ലംഘനങ്ങൾ കർത്താവേ, 2ഉം 1ഉം പ്രമാണ ലംഘനങ്ങൾ പ്രത്യാഘാതം, ശാപത്ത് ലംഘനം, ഞായറാഴ്ച കുർബാനയില്ല, തിരുസഭാ വിരോധം, വൈദികരോട് വിരോധം, കർത്താവെ വിശുദ്ധ ഗ്രന്ഥത്തെ അവഹേളിക്കുക, ബൈബിളിന്റെ വചനങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുക, ഇങ്ങനെ നരകത്തിന് അർഹമായി ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളുടെ മേൽ കർത്താവിന്റെ കരുണ ചൊരിയട്ടെ. എല്ലാ കുടുംബങ്ങളും ശാപക്കെട്ടുകൾ അഴിഞ്ഞ് വിടുതൽ പ്രാപിക്കട്ടെ. കുടുംബങ്ങൾ പാരമ്പര്യമെല്ലാം യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. കുടുംബങ്ങൾ വംശങ്ങൾ പാരമ്പര്യമെല്ലാം യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. കുടുംബങ്ങൾ വംശങ്ങൾ പാരമ്പര്യമെല്ലാം യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. സാത്താന്റെ തന്ത്രങ്ങൾ അന്ധകാര ശക്തികൾ യേശുവിന്റെ രക്തത്താൽ തകരട്ടെ. സാത്താന്റെ തന്ത്രങ്ങൾ അന്ധകാര ശക്തികൾ യേശുവിന്റെ രക്തത്താൽ തകരട്ടെ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ. തിരുച്ചോര തുള്ളിയ കഴുകണമേ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ. തിരുച്ചോര തുള്ളിയ കഴുകണമേ. തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. കരങ്ങൾ താഴ്ത്തി ഇടത്തോട്ട് വലത്തോട്ട് കരങ്ങൾ അടിക്കുക. കുടുംബത്തിൽ രോഗങ്ങൾ, കൊച്ചു കുട്ടികൾ രോഗപീഠകൾ, പ്രത്യേകിച്ച് മക്കൾ ജനിക്കുന്നില്ല, വിവാഹം നടക്കുന്നില്ല, കുടുംബങ്ങളിൽ അനർത്ഥങ്ങളും അപകടങ്ങളും പീഡകളും, കുടുംബത്തിൽ എന്ത് ചെയ്താലും പരാജയം, രോഗത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ. കർത്താവേ, രോഗപീഡകള്, കടബാധ്യതകള്, ഞെരുക്കങ്ങള്, എട്ടമ്പലം തിരിയാൻ പറ്റാത്ത വിധത്തിൽ ബന്ധിക്കപ്പെട്ടിരുന്ന കുടുംബങ്ങളിലേക്ക് കർത്താവിന് ശക്തി അയച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ മേലെ മഹാമാരികള്, ദുരിതങ്ങള്, പട്ടിണി, രക്തച്ചൊരിച്ചില്, ഇവ വഴി ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നു വന്നിരിക്കുന്ന പൈശാചിക ശക്തികളെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് പൗരോഹിത്യ അധികാരത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്ന കർത്താവ് അധികാരം ഉപയോഗിച്ചപ്പോൾ ദൈവജനത്തിന് ശാപക്കെട്ടുകൾ അഴിക്കുന്നു. അവരുടെ മേൽ കടന്നു വന്നിരിക്കുന്ന ദുരാചാരങ്ങളും ദുർഭൂതങ്ങളെ ബന്ധിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്യാൻസർ രോഗാണുകൾ ചിതമനമാകട്ടെ. അപസ്മാരത്തിന്റെയും ഓട്ടിസത്തിന്റെയും പാതകൾ ഭൂതങ്ങൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. പെട്ടെന്നുള്ള മരണത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. ആത്മഹത്യയുടെ അരിവുകളെ ബന്ധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്ക 6:19 അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാ ബന്ധനങ്ങളും അഴിക്കുന്ന സമയം, എല്ലാ കെട്ടുകളും അഴിക്കുന്ന സമയം, എല്ലാ പീഡനം അഴിക്കുന്ന സമയം, എല്ലാ രോഗികളും സൗഖ്യം പ്രാപിച്ച സമയം ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. രോഗം ശാപം യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. പ്രാർത്ഥിക്കുന്നു. രോഗം ശാപം ബന്ധനമെല്ലാം യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. രോഗം ശാപം ബന്ധനമെല്ലാം യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. സാത്താന്റെ തന്ത്രങ്ങൾ അന്ധകാര ശക്തികൾ യേശുവിന്റെ രക്തത്താൽ തകരട്ടെ. സാത്താന്റെ തന്ത്രങ്ങൾ അന്ധകാര ശക്തികൾ യേശുവിന്റെ രക്തത്താൽ തകരട്ടെ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ. തിരുച്ചോര തുള്ളിയ കഴുകണമേ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ. തിരുച്ചോര തുള്ളിയ കഴുകണമേ. തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. തിരുരക്തത്താലെ തിരുച്ചോരയാലെ
ഞങ്ങളെ പൂർണ്ണമായി രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ വംശങ്ങളും പാരമ്പര്യങ്ങളും കഴുകി വീഴ്ച സമയം. എല്ലാ കുടുംബങ്ങളും ദൈവത്തിന് ശക്തി സ്വീകരിക്കുന്ന സമയം. എല്ലാ കുടുംബങ്ങളും ശാപത്തിന്റെ കെട്ടുകൾ അഴിയുന്ന സമയം. കുടുംബത്തിൽ ഡൈവേഴ്സും കലഹങ്ങളും ഭിന്നതകളും കുടുംബജീവൻ നയിക്കാൻ പറ്റാത്ത ബന്ധനങ്ങളെല്ലാം അഴിയട്ടെ. എല്ലാ ശാപക്കെട്ടുകൾ അഴിയുന്ന സമയമാണ്. പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായ അഭിഷേകം നിറയാൻ ഉച്ചത്തിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം ദിവികാനാഥിനെ ആശ്വാസീകരിക്കുമ്പോൾ എല്ലാവരും ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കണം. തലമുറകൾ നിങ്ങൾ അറിയാതെ തന്നെ കുടുംബത്തിൽ ബന്ധനങ്ങൾ അഴിയുന്ന സമയമാണ്. ഉച്ചത്തിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഉറക്കെ സ്തുതിക്കട്ടെ. ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. വംശങ്ങളും പാരമ്പര്യങ്ങളും ദേശങ്ങളും ദേശാന്തരങ്ങളും ഏത് രാജ്യത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ കർത്താവിന് ശക്തി വ്യാപരിക്കണം. ഏത് കുടുംബത്തിലിരിക്കുന്നു അവിടെ തലമുറകളിലെ കെട്ടുകൾ അഴിയണം. എല്ലാവരും ഉച്ചത്തിൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതകരമായ ദൈവത്തിന് ശക്തി വ്യാപരിക്കണം. തിരക്തോടെ കഴുകുന്ന സമയമാണ്. കർത്താവേ, കുടുംബങ്ങളും വംശങ്ങളും പാരമ്പര്യങ്ങളും വിടുതൽ പ്രാപിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിച്ച് യേശുവേ എന്നെ കഴുകണമേ. എല്ലാ കുടുംബങ്ങളും വിശദീകരിക്കപ്പെടട്ടെ. പൂർണ്ണമായി എന്നെ കഴുകണമേ. അത്ഭുത വിടുതൽ. യേശുവേ വിടുതൽ പ്രാപിക്കട്ടെ. എന്നെ കഴുകണമേ. തലമുറയാണ് കെട്ടുകൾ അഴിയട്ടെ. പൂർണ്ണമായി ആത്മാക്കളുടെ രക്ഷ പ്രാപിക്കട്ടെ. കഴുകണമേ. പ്രാർത്ഥിക്കുന്നു. യേശുവേ എന്നെ കഴുകണമേ. പൂർണ്ണമായി എന്നെ കഴുകണമേ. എല്ലാ കുടുംബങ്ങളും വിടുതൽ പ്രാപിക്കട്ടെ. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ മോചിപ്പിക്കും. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. കർത്താവിന്റെ വലിയ കരുണ നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിറയുന്ന സമയം. ഇപ്പോൾ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും കർത്താവ് ഏറ്റെടുക്കും. ഇതൊരു വിടുതലാകും. ഈ നോമ്പ് കാല പരിഹാര പ്രാർത്ഥന നിങ്ങളുടെയും നിങ്ങളുടെ തലമുറകളുടെയും വിടുതലിലായി മാറട്ടെ. ഈശോ അനുഗ്രഹിക്കും. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ശിരസ് നമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഈ പരിഹാര പ്രാർത്ഥന നിങ്ങൾക്കെല്ലാം അനുഗ്രഹമായി മാറട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ.